ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. സിയ പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് നമ്മുടെ ബിയമോളില്ല സാഹചര്യം ഞാൻ ഒറ്റയ്ക്കുള്ള എൻ്റെ കോഴിക്കോട്ടിലെ താത്തൻ്റെ വീട്ടിലുള്ളത് ഡേ ഇൻ മൈ ലൈഫാണെന്ന് പറയാൻ പോകുന്നത്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇന്ന് 2024 ജനുവരി 10-ാം തീയതി കേട്ടോ. അപ്പം അതിന് വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. രാവിലെ എണീറ്റ് മുടിയെല്ലാം ഞാൻ ചെയ്യുകയും ഒതുക്കി നമ്മുടെ പ്രഭാത കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്തു. അതിനുശേഷം അടുക്കളയിലോട്ട് ചെന്നപ്പം അമ്മായി ഉണ്ട്. ഓട്ടട ചുടും. നിങ്ങൾക്ക് അറിയാമോ അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാമെന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഓട്ടട എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഓട്ടട ഉണ്ടാക്കണം അമ്മായി. നല്ല ടേസ്റ്റാണിത് കേട്ടോ. ഓട്ടടയും ഗ്രീൻ പീസ് കറിയായിരുന്നു ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഓട്ടട അമ്മായി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കളെല്ലാവരും സ്കൂളിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഭയങ്കര ബിസിയായിരുന്നു. രാവിലെ മനുഷ്യൻ എന്തോ ആവശ്യമായിട്ട് പുറത്ത് പോയത്. അപ്പം ഇന്ന് മക്കളെ സ്കൂളിൽ കൊണ്ടുപോകേണ്ടൊക്കെ ഞാനായിരുന്നു. അപ്പം ഇവിടെ അടുക്കളയിൽ നോക്കുമ്പോൾ ഇക്കു രാവിലെ തന്നെ ഉറക്കപ്പിച്ചിൽ ഇങ്ങനെ സ്കൂളിൽ പോകേണ്ട തയ്യാറെടുപ്പിൽ ഉമ്മുവിൻ്റെ ചീത്തയും കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞ് നടക്കുകയാണ്. ഇതാണ് കേട്ടോ ഓട്ടട എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഓട്ടട എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നും അതേപോലെ ആർക്കൊക്കെ അറിയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഗ്രീൻ പീസ് കറിയും നമ്മുടെ ബ്ലാക്ക് ടീയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സോ രാവിലെ പോകേണ്ടവർക്കൊക്കെ ഉമ്മ വാരി കൊടുക്കുകയാണ്. മക്കൾക്ക് ചെറിയ മോൾക്ക് ഉണ്ടാപ്പിക്കും. ഇക്കും അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഞാനും ചായ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചായ കുടിക്കുകയാണ്. ഓട്ടട അടിപൊളിയുണ്ട്. ഓട്ടട അടിപൊളിയുണ്ട്. ഞാൻ കുറേ കാലത്തിന് ശേഷം ഓട്ടട തിന്നുന്നു. ഇവിടെ നിന്നതാ. ഇവിടെ നിന്നതല്ലേ ഡ്രൈവറിൽ നിന്ന് പോയിട്ട്. ഇതും ഓട്ടയുടെ കുമ്പൂൻ്റെ മീൻകറി അടിപൊളി കഴിക്കണം. ഓട്ടയിലോട്ട് മീൻകറി അടിപൊളി. ഹലോ, ഹായ്. അപ്പോൾ നീ പത്താ ഇന്ന് ഇവരുടെ പിതാജിയില്ല. അപ്പോൾ ഇനി ഇവർ രണ്ടുപേരെയും സ്കൂളിൽ കൊണ്ടാക്കണം. വരുന്നുണ്ട്. കൊണ്ട് എനിക്ക് ഡോറിൽ പോകണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പം ഇവരൊക്കെ കൊണ്ട് അണിഞ്ഞു വരും. സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ചുണ്ടിരിക്കലായി ഞങ്ങൾ വരുന്നുണ്ട്. ഒരു മുഴുവനാക്കിയിട്ട് അവൾ ബാക്കി പണി കേട്ടിട്ട് ഉമ്മ വന്ന് അവിടെ പടയായിരുന്നു. പടവെട്ടായിരിക്കും. അതുകൊണ്ട് വേറെ. അപ്പം ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം മക്കളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന പരിപാടി. സോ അപ്പം വരും. ഞങ്ങളെപ്പോട്ടെ പിന്നെ എന്താ പൗഡർ ഇട്ടോ? നീ പൗഡർ ഇട്ടോ? തൈ ഇട്ടോ? ദോശ കിട്ടോ? ദോശ പെട്ടെന്ന് പെരി വില നിങ്ങളാരും വരുന്നില്ലേ? അങ്ങനെ നമ്മൾ ഇക്കുവിനെ സ്കൂളിലാക്കി. ഇക്കു ടാറ്റാ. ഇക്കു ടാറ്റാ. ഓടിക്ക പൊക്ക പൊക്ക പൊക്ക. അപ്പോൾ വടിഞ്ഞു വഴുകണമൊക്കെ.
സുസി അഞ്ച് പൈനാപ്പിളും അതിലൊരു 2 നെല്ലിക്ക ഇട്ടു, 2 നെല്ലിക്ക 2 ഇളന്തപ്പഴം ഇട്ടു. ഈ പുളിച്ചാറ് വലിയ പുളിച്ചാറ് നമ്മളുടെ വഴിയിൽ ഒരു JCB നിർത്തിയിട്ടു. ഇവിടെ വീട് പണി നടക്കുന്നുണ്ട്. അവരുടെ തറ കുഴിക്കാൻ വന്ന JCB ആയിരുന്നു. ആ കേട്ടോ, ഗായ്സ് അങ്ങനെ എന്താ പറയുക, പൈനാപ്പിളൊക്കെ കഴിച്ചു നമ്മൾ. എന്താ പറയുക, അതിനുശേഷം ഞങ്ങളൊരു പ്രാവശ്യം കൂടെ ചായ കുടിച്ചു. ഞാൻ പർദ്ദയൊക്കെ മാറ്റി ഇങ്ങനെ ചുമ്മാ ഇരുന്നതാണ് ചൂടെടുത്തപ്പം. ഇനി ഒന്നുകൂടെ പോകാണ്ട്, കാരണം മനുഷ്യനിവിടെ ഇല്ല. സോ മോനെ കൊണ്ടുവന്ന് ഇക്കുവിൻ്റെ സ്കൂളിൽ PTA മീറ്റിംഗാണ്. നമ്മുടെ ക്രിസ്മസ് എക്സാമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ പേപ്പറൊക്കെ അവർക്ക് കിട്ടി. കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ട് അവർക്ക്. അപ്പം അതിൽ PTA മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഉമ്മൂന് അവിടെ സ്കൂളിൽ കൊണ്ടാക്കാണ്ട് ഞാൻ വിചാരിച്ചു, ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ വിചാരിച്ചു പർദ്ദയിട്ടിട്ട് വീണ്ടും ഒന്ന് അവിടെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് വൈകുന്നേരമാണ് ഞാൻ കുളിക്കലൊക്കെ. എൻ്റെ സാധാരണ ഞാൻ കുളിയും ഒക്കെ വൈകിട്ടാണ്. അപ്പോൾ ഇന്ന് പിന്നെ പ്രത്യേകിച്ച് വേറെ എവിടെയും പോയിട്ടില്ലല്ലോ. നമ്മൾ ഡോറയിൽ മാത്രം പോയിട്ട് വന്നു. ഡാൻസ് ക്ലാസ്സിൽ ഇന്ന് പോകണില്ല. മാഷ് കലോത്സവമൊക്കെ കഴിഞ്ഞിട്ട് തിരക്കിലാണ്. അപ്പം 2 ദിവസം കഴിഞ്ഞിട്ട് ഡാൻസ് ക്ലാസ്സിലോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് ഈവനിങ് ഇവിടെ ക്ലാസ് ഉണ്ട്. മറ്റേ ശിവാനിക്കും ഇക്കുനും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, നമ്മളുടെ ചലഞ്ചിങ് വീഡിയോയിൽ. ആ ചലഞ്ചിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഫണ്ണി ഗെയിം ചലഞ്ചായിട്ട് നമ്മൾ ചെയ്തായിരുന്നു ചുമ്മാ ഇരുന്നപ്പോൾ മക്കളെ. കാരണം ഉണ്ടാപ്പിക്കും ഇക്കുനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചലഞ്ചിങ് ഗെയിമുകൾ ചെയ്യുന്നതും. വീഡിയോ എടുക്കുന്നതല്ല, വീഡിയോ പിന്നെ നമ്മളെന്തായാലും കളിക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അവർക്കിങ്ങനെ ചുമ്മാ അങ്ങനെ കളിച്ച് പിള്ളേരല്ലേ, അപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവരെപ്പോഴും പറയും ഇങ്ങനെ ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കും. അങ്ങനെ പെട്ടെന്ന് ഇരുന്നപ്പോൾ എനിക്ക് തോന്നി അങ്ങ് ചെയ്താലോ എന്ന്. അങ്ങനെ ചെയ്തായിരുന്നു കേട്ടോ ഇന്നലത്തെ വീഡിയോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കാണാം. ഇനിയിപ്പം മുന്നും കൊണ്ട് സ്കൂളിൽ പോകണം. ഇക്കുവിൻ്റെ അവിടെ PTA മീറ്റിങ്ങിന് അവിടെ ആക്കി കൊടുക്കണം. മുന്നേ തിരിച്ച് വന്നിട്ട് വേറെന്താ പരിപാടി, എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്നിവിടെ ചോറും കറിയൊന്നും വെച്ചിട്ടില്ല. കാരണം ഇന്ന് പുറത്തുനിന്ന് ബിരിയാണി മേടിക്കാമെന്ന് പറഞ്ഞു. മനുഷ്യൻ ഇപ്പോൾ വരുമായിരിക്കും ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ. അന്നേരം മനുഷ്യൻ കൊണ്ടുവരും. ഇപ്പോൾ 1:30ക്കാണ് PTA മീറ്റിങ്. അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ടിട്ട് 3 കൊണ്ടാക്കണം. ഇവർ കക്കോടിയിൽ നിന്ന് ഏകദേശം കുറച്ച് ഈ ബദിരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ അവർ സ്കൂളിലോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് ടൗണിലോട്ട് കക്കോടിയിലോട്ട് പോകണം. അപ്പോൾ എന്തായാലും ഇനി ആ വിശേഷങ്ങൾ കാണാം നമുക്ക്. പിന്നെ എൻ്റെ നെയിൽ പോളിഷിൻ്റെ അഭിപ്രായം പറയൂട്ടോ നിങ്ങൾ. ഞാൻ ഇന്നലെ കുത്തിരുന്ന് നെയിൽ ആർട്ട് ചെയ്തായിരുന്നു. ഭംഗിയുണ്ടാവും. ഇങ്ങനെ മറ്റേ നോട്ട് ഷീറ്റ് എടുത്തിട്ട് സുന്ദർ മഹലിൽ പോയപ്പോൾ മേടിച്ചായിരുന്നേ. ഉള്ളാവോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്തൊക്കെയാണ്, അപ്പോൾ ഇനി കുറച്ച് ദിവസം ഇന്നും ഒരു ചലഞ്ചിങ് വീഡിയോ ചെയ്യണമെന്ന് ഇന്ന് രാവിലെ സ്കൂളിൽ പോയപ്പോഴേ പിള്ളേർ പറഞ്ഞു ഇന്ന് എന്തായാലും ഒരു ചലഞ്ചിങ് വീഡിയോ കൂടെ ചെയ്യണം. വീഡിയോ അല്ല, ചലഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിന്ന് രാത്രി ഒരു വീഡിയോ ചെയ്യാം, ചലഞ്ചിങ് വീഡിയോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ചലഞ്ചിങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും കാണാം. ഓക്കെ, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുത്ത് എല്ലാം എനേബിൾ ചെയ്ത് വയ്ക്കാം.
നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ബിയമോൾ ട്രിവാൻഡ്രത്താണ് സഹദ്. അതുപോലെ സഹദ് നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നാളെ സഹദിൻ്റെ കമ്മ്യൂണിറ്റി മദർ അഷിതാമ്മയുടെ ബർത്ത്ഡേ ആണ്. സോ അത് കൂടാൻ വേണ്ടിയിട്ട് സഹദ് ഇന്ന് ഇങ്ങോട്ട് ഈവനിങ് വരുന്നുണ്ട്. സോ ചിലപ്പം ഞാൻ ക്ലാസ്സിലാണെങ്കിൽ പോകില്ല, ഇക്കോനും മറ്റേ ശിവാനിക്കും ക്ലാസ് എടുക്കുവാണെങ്കിൽ പോകില്ല. അല്ലെങ്കിൽ അവൻ അവിടുന്ന് ട്രെയിൻ കയറി ട്രിവാൻഡ്രത്ത് നിന്ന് ഒറ്റയ്ക്കാണ് വരുന്നത്. വാവയില്ല, വാവ അമ്മയുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവൻ വന്നാൽ അവനെ പിക്ക് ചെയ്യാൻ ചിലപ്പോൾ ഞാൻ പോവും. ഇവിടെ ക്ലാസ് എടുക്കുന്നില്ല, ഫ്രീ ആണെങ്കിൽ ഞാൻ പോകും കേട്ടോ. ഇല്ലെങ്കിൽ അവൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് അമ്മയുടെ വീട്ടിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരുന്നില്ല, ഉമ്മൂൻ്റെ വീട്ടിലോട്ടല്ല, അവൻ്റെ അങ്ങോട്ട് കമ്മ്യൂണിറ്റി മദറിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റുവാണെങ്കിൽ അവനെ പിക്ക് ചെയ്യാൻ പോകുമ്പം ഞാൻ കാണിച്ചു തരാം അവനെ. പിന്നെ എന്താ ഇന്നത്തെ വിശേഷം? ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വിശേഷങ്ങളുള്ളത്. ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാം. പോരേടി, പോര് വാ. ഞാൻ പോട്ടെ. നമ്മുടെ ലഞ്ച് ബിരിയാണിയും മനുഷ്യനും വന്നു. എത്ര ബിരിയാണി മേടിച്ചാൽ? ഉമ്മൂന് പാത്രം വേണം ഉമ്മൂൻ്റെ മുത്തുകൾ ഇടാൻ വേണ്ടിയിട്ടില്ല. ഇതേതാ റൈസോ? അപ്പോൾ ചൂട് അറിയത്തില്ല. മനുഷ്യ ഉമ്മൂനെ ഇവിടെ കോരി ചൊരിയുന്ന മഴ. ഞങ്ങൾ ചോറൊക്കെ തിന്നിടുന്നു. മനുഷ്യന് തോണ്ടേ ഉമ്മൂനെയും മക്കളെയും കൂട്ടാൻ വേണ്ടിയിട്ട് പോകാം. മക്കളിൽ മനുഷ്യൻ പോയി നല്ല മഴ. വന്നല്ലോ വനമാലകൾ. ഇതെന്താ സ്കൂളിൽ പോയി വരുന്നത്? എന്താ കഴിച്ചാ? ബാഗൊന്നും ഇല്ലേ? അത് ശരി, സ്കൂളിട്ട് വരുന്ന ആളെ നോക്കി ലൈസും ഇതൊക്കെ കൊണ്ടുപോയി വരുന്നത്. ചിരി നോക്ക്. അപ്പൊ മറ്റോളെന്തേ? എന്തേ വയറുവേദന? എന്തേ എടി? സാധനം വാങ്ങി എവിടെ നോക്കട്ടെ. ഇങ്ങനെ ഇതെന്താ? ആണോ? പോയി ഇതൊക്കെ മാറ്റിപ്പോണേ. ഹലോ, അപ്പം നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ എൻ്റെ ഈ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ കോഴിക്കോട് ഉമ്മൂൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ. പിന്നെ ഇന്ന് നല്ല മഴയായിരുന്നു വൈകിട്ട്. സോ അതുകൊണ്ട് മറ്റേ ഇക്കുൻ്റെ കൂടെ ഡാൻസ് പഠിക്കുന്ന ശിവാനി എന്ന് പറഞ്ഞ കുഞ്ഞ് വരുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ക്ലാസ് ഇല്ല, അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാം വയ്യ. പിന്നെ ഇത് ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് സഹദ് വരുന്നത് അവൻ രാത്രിയാവും എത്താൻ, 7:30 ആവും എന്ന് പറഞ്ഞു. സോ അവനെ പിക്ക് ചെയ്യാൻ പോകുന്നതും നിങ്ങളെ കാണിക്കാൻ വയ്യ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഞാൻ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിയും. ഇപ്പോൾ ഏകദേശം സമയം 6 മണി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഈ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ എൻ്റെ ഇന്നത്തെ ഈ ഒരു ജനുവരി 10 2024 ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. സോ എല്ലാ ദിവസവും വ്യത്യസ്തമാണ്, എല്ലാ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ പറയുന്ന പോലെ. സോ ഇന്നത്തെ ഈ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പിള്ളേരൊക്കെ വന്നു, എന്തായാലും ഹാപ്പി ആയിരുന്നു. ഇനിയിപ്പം ഞങ്ങൾക്ക് രാത്രി ചലഞ്ചിങ് വീഡിയോ ചെയ്യാനുണ്ട്. ചലഞ്ചിങ് വീഡിയോ ചെയ്യണം. ചലഞ്ചിങ് ചുമ്മാ ഒരു ഗെയിമായിട്ട് കളിക്കുന്നതാണ്. സോ ഞാനതങ്ങ് എടുത്ത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യുന്നു മാത്രം. സോ മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ എന്തായാലും ഇനിയിപ്പം ബിഎനൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ ട്രിവാൻഡ്രത്ത് 13-ാം തീയതി കഴിഞ്ഞാൽ പോവാം. സോ അതുവരെ ബിഎനെ കാണാണ്ടിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. സോ എന്തായാലും സാദ് ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. നാളെ ബർത്ത്ഡേ കഴിഞ്ഞ് മറ്റന്നാളിൽ അവൻ തിരിച്ചു പോകും. 11-ാം തീയതി എനിക്ക് ഇവിടെ കോഴിക്കോട് നമ്മുടെ ബീച്ചിൽ DC ബുക്സിൻ്റെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് KLFൻ്റെ ഭാഗമായിട്ട്
11-ാം തീയതി ഈവനിങ് 7 മണി തൊട്ട് 8 മണി വരെ സെക്ഷനിൽ ഞാനുണ്ട്, KLF ഞാനും പങ്കെടുക്കുന്നുണ്ട്. സോ അതിന് ആ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് വന്നത് ഇവിടെ കോഴിക്കോട്. പിന്നെ അതിന് 11-ാം തീയതിയാണ് എനിക്ക് അവർ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നിട്ടുള്ളത്, 11 മോർണിംഗ്. സോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഇങ്ങോട്ട് വന്നത്, കോഴിക്കോട് വന്നത് ഞാൻ പറഞ്ഞല്ലോ, അമ്മൂൻ്റെ മകൾ കൂനെയും ശിവാനിനെ എനിക്ക് ഡാൻസ് പഠിപ്പിക്കാനുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ നേരത്തെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഇനി പോയിട്ട് വീണ്ടും തിരിച്ച് വരുന്നതിനേക്കാളും നല്ലത് ഞാൻ 11 ഇവിടെ 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. സോ അത് ഇവിടെ നിന്നിട്ട് പ്രോഗ്രാം, ആ 11-ലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും അങ്ങനെയായിരിക്കും. 11 കഴിഞ്ഞ് 12-നാണ് അവരെനിക്ക് റിട്ടേൺ ടിക്കറ്റ് ട്രിവാൻഡ്രത്തോട്ട് ബുക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. സോ ആ ടിക്കറ്റിന് ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് പോകും. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. സോ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ പറഞ്ഞുകൊണ്ട് കാണാം. ബൈ, ലവ് യു ഓൾ.